ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സിഷ് ഫോർസ്റ്റലൻ അഥവാ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ടോപ്പിക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ മറ്റ് 2 കുട്ടികൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ദിവസം മുതൽ നിങ്ങളും ഇതേപോലെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കുന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആദ്യം സിഷ് ഫോർസ്റ്റലൻ എന്നാണ് ഇത് വായിക്കുന്നത്. സിഷ് ഫോർസ്റ്റലൻ എന്ന് വായിക്കരുത്, ഫോർസ്റ്റലൻ. ഓക്കെ, സിഷ് ഫോർസ്റ്റലൻ എന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫാണ്. എന്തൊക്കെയാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ നമ്മളെപ്പറ്റി എന്തായിരിക്കും പറയുക? ഒബ്വിയസ്ലി നമ്മളുടെ പേരായിരിക്കും പറയുക. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൽ അത് പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ് ഹൈസെ മോണിക്ക എന്ന് പറയും. മോണിക്ക എന്നുള്ളത് പേരാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേരാക്കാം. അപ്പോൾ ഹൈസെ എന്ന് പറഞ്ഞാൽ നെയിമാണ്, ഇഷ് എന്ന് പറഞ്ഞാൽ ഞാനാണ്. അപ്പോൾ ഇഷ് ഹൈസെ മോണിക്ക, എൻ്റെ പേര് എന്താണോ നിങ്ങളുടെ പേര് ആ പേര് അവിടെ ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ താഴെ ഒരു രീതിയും കൂടെ ഉണ്ട്, ഇഷ് ബിൻ മോണിക്ക, ഇങ്ങനെയും പറയാം. ഇഷ് ബിൻ മോണിക്ക, നിങ്ങളുടെ പേരെന്താണോ ഇഷ് ബിൻ, അപ്പോൾ ഹാഷിമാണെങ്കിൽ ഇഷ് ബിൻ ഹാഷിം എന്നാക്കുക, അങ്ങനെ പറയാം. ഇനി ഒരു രീതിയും കൂടെ ഉണ്ട്, മൈൻ നാമേ ഈസ്റ്റ് മോണിക്ക, ഇങ്ങനെയും പറയാം. ഇത് ഏറ്റവും ഫോർമലായിട്ട് പറയുന്ന രീതിയാണ് മൈൻ നാമേ ഈസ്റ്റ് മോണിക്ക. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം കേട്ടോ, മൈൻ നെയിം എന്ന് വായിക്കരുത്, മൈൻ നാമേ ഈസ്റ്റ് മോണിക്ക. അപ്പോൾ ഈ 3 രീതിയിലും ഒരാൾക്ക് ഒരാളുടെ പേര് പറയാൻ പറ്റും. ഇത് ഏത് രീതിയിൽ എപ്പോൾ എങ്ങനെ പറയണം എന്നുള്ളത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങൾ വളരെ ഫോർമലായിട്ടാണ് പറയുന്നതെങ്കിൽ പരമാവധി മൈൻ നാമേ ഈസ്റ്റ് എന്ന് പറഞ്ഞ് പേര് പറയാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഇഷ് ഹൈസെ മോണിക്ക എന്നോ ഇഷ് ബിൻ മോണിക്ക എന്നോ പറയാം. കോമൺലി നിങ്ങൾ കേൾക്കാൻ കൂടുതൽ സാധ്യത ഇഷ് ബിൻ മോണിക്ക എന്നായിരിക്കും. ഇതിലേതെങ്കിലും ഒരു രീതി പറഞ്ഞാൽ മതി. അപ്പം ഞാൻ നിങ്ങളോട് നാളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു രീതിയിൽ പേര് പറഞ്ഞാൽ മതി. ഓക്കെ, 3 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഷ് ഹൈസെ മോണിക്ക എന്ന് പറയാം, അല്ലെങ്കിൽ ഇഷ് ബിൻ മോണിക്ക എന്ന് പറയാം, അല്ലെങ്കിൽ മൈൻ നാമേ ഈസ്റ്റ് മോണിക്ക എന്ന് പറയാം. ഓക്കെ, ഇനി ജർമ്മനിയിൽ മാത്രമല്ല, പൊതുവെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും എപ്പോഴും അവരൊരു ഫാമിലി നെയിമും കൂടെ അവരുടെ പേരിൽ ഉണ്ടാവാറുണ്ട്. അതുകൂടി കൂട്ടിയിട്ടാണ് അവരുടെ പേര് ഉണ്ടാവല്. അപ്പോൾ മോണിക്ക എന്നുള്ള ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി നെയിം എന്താണെന്നുള്ളത് പിന്നീട് അവർ സെക്കൻഡ് നെയിം പോലെ പറയും. അതാണ് മൈൻ ഫാമിലിയൻ നാമേ ഈസ്റ്റ് ഷ്മിറ്റ് എന്ന് പറഞ്ഞത്. ഫാമിലി നെയിമാണ് ഫാമിലിയൻ നാമേ. ഓക്കെ, മൈൻ ഫാമിലിയൻ നാമേ ഈസ്റ്റ് ഷ്മിറ്റ്, എൻ്റെ ഫാമിലി നെയിം ഷ്മിറ്റ് എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി നെയിം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ആഡ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫുൾ പേര് നിങ്ങൾക്ക് മൈൻ നാമേ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ പറയാം. മൈൻ നാമേ ഈസ്റ്റ് എന്താണ് നിങ്ങളുടെ ഫുൾ പേര് എന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മൈൻ നാമേ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ പറയാം, അല്ലെങ്കിൽ ഇഷ് ബിൻ എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങളുടെ ഫുൾ പേര് നിങ്ങൾക്ക് പറയാം. ഈ മൈൻ ഫാമിലി നാമേ ഈസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഷാഫി പറമ്പിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി നെയിം അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് അവർക്കുണ്ടാവും. അപ്പോൾ അവർക്ക് അത് വേണമെങ്കിൽ മൈൻ ഫാമിലി നാമേ ഈസ്റ്റ് പറമ്പിൽ എന്ന് വീണ്ടും പറയാം. അങ്ങനെ പറയണം എന്ന് നിർബന്ധമില്ല. ജർമ്മനിയിൽ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവേ അവർക്ക് അങ്ങനെ ഒരു പേര് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞത്, നിർബന്ധം ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നാണ് എനിക്ക് പറയാം. നമ്മൾ ഒബ്വിയസ്ലി അത് പറയാനാണ് സാധ്യത. അതെങ്ങനെ പറയും? ഇഷ് കോമെ ഔസ് ഡോയ്ഷ്ലാൻഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ ഡോയ്ഷ്ലാൻഡ് മാറ്റി ഇന്ത്യ ആക്കുക. ഡോയ്ഷ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജർമ്മനിയാണ്. അതായത് അവരൊരിക്കലും, ജർമ്മൻകാരോ അല്ലെങ്കിൽ അവിടെയുള്ളവരോ ഒരിക്കലും ജർമ്മനിക്ക് ജർമ്മനി എന്ന് പറയാറില്ല, അവർ ഡോയ്ഷ്ലാൻഡ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ജർമ്മൻ ഭാഷയ്ക്ക് അവർ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയില്ല, ഡോയ്ഷ് എന്നാണ് പറയുക. ഓക്കെ, ഡോയ്ഷ് എന്നാണ് പറയുക. ജർമ്മൻ ലാംഗ്വേജ് എന്നോ ജർമ്മൻ എന്നോ ഒന്നും പറയില്ല, ഡോയ്ഷ് എന്നാണ് പറയുക. അവരുടെ സ്ഥലത്തിന് അവർ ഡോയ്ഷ് ലാൻഡ് എന്നാണ് പറയുക. ഇപ്പോൾ ഫുട്ബോളൊക്കെ കാണലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ജർമ്മനിക്ക് ഡോയ്ഷ് ലാൻഡ് എന്നാണ് അവർ അഭിസംബോധന ചെയ്യൽ. അതുപോലെ തന്നെ ഹോളണ്ടിനെ ഡച്ച് ലാൻഡ് എന്ന് പറയും. സെയിം ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ് അവർ തന്നെ വിശേഷിപ്പിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ ഡോയ്ഷ് ലാൻഡിന് പകരം ഇന്ത്യ എന്ന് പറയാം. ഇഷ് കോമെ ഔസ് ഇന്ത്യ, ഐ ആം കമ്മിങ് ഫ്രം ഇന്ത്യ എന്നാണ് മീനിങ്. ഓക്കെ, ഇഷ് കോമെ ഔസ് ഇന്ത്യ, അതാണ് നമ്മൾ പറയേണ്ടത്. ഇനി അടുത്തത്, നമ്മൾ എവിടെ താമസിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഷ് വോനെ ഇൻ ബെർലിൻ എന്നാണ്. അതായത് ഞാൻ ബെർലിനിൽ താമസിക്കുന്നത്. ബെർലിൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ വോനെ എന്ന് പറഞ്ഞാൽ ലിവാണ്. ഐ ലിവ് ഇൻ ബെർലിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ടാണ് നിങ്ങളിത് ഒരാളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തിൻ്റെ പേര് ആ ബെർലിന് പകരം വെച്ചിട്ട് പറയാം. പക്ഷേ ഇപ്പം നമ്മൾ തൽക്കാലം ഇപ്പം പോയിട്ടില്ല, നമ്മൾ ഇവിടെയാണുള്ളതെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച സ്ഥലം വെച്ചിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കേരളയിലാണെങ്കിൽ ഇഷ് വോനെ ഇൻ കേരള എന്ന് പറയാം. നിങ്ങളിനി കേരളത്തിലല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എവിടെയാണോ അത്
ആഡ് ചെയ്തിട്ട് പറയാം. അങ്ങനെ പറഞ്ഞ് പഠിക്കുക. ഓക്കെ, അവിടെ പോയിട്ടാണ് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോഴാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് പറയേണ്ടത്. വോനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇഷ് വോനെ ഇൻ ബെർലിൻ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നത് ബെർലിനിലാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് നമ്മൾ ഏത് ഭാഷയാണ് സംസാരിക്കാറുള്ളത് എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് ഡോയിഷും ഇംഗ്ലീഷുമാണ്. ഇഷ് പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിക്കണേ. ഇഷ് സ്പ്രെഹെ ഡോയിഷ് ഉണ്ട് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, അത് തെറ്റിപ്പോയതല്ല, അതങ്ങനെയാണ്. ഇഷ് സ്പ്രെഹെ ഡോയിഷ് ഉണ്ട് ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജർമ്മനും ഇംഗ്ലീഷും ഞാൻ സംസാരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അതല്ല, നിങ്ങൾക്കിപ്പോൾ ജർമ്മൻ അത്ര നന്നായിട്ട് സംസാരിക്കാമെന്ന് അറിയില്ല എങ്കിൽ നിങ്ങളെങ്ങനെ പറയണം? അപ്പോൾ നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും നന്നായിട്ട് അറിയാമെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മളെങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഇഷ് സ്പ്രെഹെ ഇംഗ്ലീഷ് മലയാളം und etwas Deutsch. etwas ETWAS എന്നുള്ള ഇതാണ് സ്പെല്ലിംഗ് വരും കേട്ടോ. etwas Deutsch. etwas Deutsch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലിറ്റിൽ ബിറ്റ് ഓഫ് ജർമ്മൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മളിപ്പോൾ സംസാരിച്ച് തുടങ്ങുകയാണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, എങ്ങനെയാണ് പറയുക? ഒന്നുകൂടി പറയാം. ഇഷ് സ്പ്രെഹെ ഇംഗ്ലീഷ് മലയാളം und etwas Deutsch. ഇംഗ്ലീഷും മലയാളവും കുറച്ച് ജർമ്മനും എനിക്ക് അറിയാം. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു പഠിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ നന്നായി ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ ഇഷ് സ്പ്രെഹെ ഇംഗ്ലീഷ് മലയാളം ഉണ്ട് ഡോയിഷ് എന്ന് പറയാം. ഇഷ് സ്പ്രെഹെ ഇംഗ്ലീഷ് മലയാളം und etwas Deutsch. ഇത് തന്നെ വേണം എന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് ഇഷ് സ്പ്രെഹെ ഇംഗ്ലീഷ് und etwas Deutsch എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഹിന്ദി അറിയാവുന്ന ഒരാളാണ്, തമിഴ് അറിയാവുന്ന ആളാണെങ്കിൽ ഇഷ് സ്പ്രെഹെ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് und etwas Deutsch എന്നും പറയാം. etwas Deutsch എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡോയിഷും അറിയാം. പറഞ്ഞിട്ട് നമ്മള് ഈ ലാംഗ്വേജ് എല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ഇംഗ്ലീഷ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആൻഡ് അല്ലേ, ലാസ്റ്റ് നമ്മൾ ആൻഡ് ലാസ്റ്റ് ലാംഗ്വേജ് പറയുമ്പോൾ ആൻഡ് പറഞ്ഞിട്ട് ആ ലാംഗ്വേജ് പിന്നെ കുറച്ച് അറിയാമെന്ന് പറയുന്നത് etwas ഓക്കെ. ഇഷ് സ്പ്രെഹെ എന്ന് പറഞ്ഞാൽ ഐ സ്പീക്ക്. ഓക്കെ, ഇഷ് സ്പ്രെഹെ ഐ സ്പീക്ക് ഇംഗ്ലീഷ് മലയാളം ഉണ്ട് ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ജർമ്മൻ. അതാണ് ഇഷ് സ്പ്രെഹെ ഇംഗ്ലീഷ് മലയാളം ഉണ്ട് etwas Deutsch എന്ന് പറഞ്ഞാൽ അർത്ഥം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് നമ്മളുടെ പ്രായമാണ്. എത്ര പ്രായമായി ഒരാൾക്ക് എന്ന്. ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 23. ഇതെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ ഇഷ് ബിൻ 23 Jahre alt എന്നാണ് പറയുന്നത്. അതായത് ജർമ്മൻ ലാംഗ്വേജിൽ നമ്മൾ നമ്പേഴ്സ് പറയുന്നത് ആദ്യം വൺസ് പൊസിഷനിലുള്ളത് പറഞ്ഞതിന് ശേഷം പിന്നെ ടെൻസ് പൊസിഷനിലുള്ളത് പറയുകയാണ് ചെയ്യുക. ആ നമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അയച്ചു. നിങ്ങൾക്ക് ആ കഴിഞ്ഞ ക്ലാസ്സിൽ അയച്ച നോട്ട്സ് തന്നെ ഓൾറെഡി ഉണ്ട്. അത് നിങ്ങൾ നോക്കിയെന്നോ എന്നറിയില്ല, ഞാനത് കാണിച്ചു തരാം. നിങ്ങൾ ആ ഭാഗം ഒന്ന് പഠിക്കണം കേട്ടോ. അത് നിങ്ങൾ കാണാതെ പഠിക്കാനുള്ള നമ്പേഴ്സാണ്. ഞാൻ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ ടേബിൾ കാണാതെ പഠിക്കണം. 0ക്ക് നുള്ളെന്നും 1ന് 1, 2 2, 3 3, 4 4, 5 5, 6 6, 7 7, 8 8, 9 9, 10 10, 11 11, 12 12 അങ്ങനെയാണ് പറയുന്നത്. 12 വരെ ഇതേപോലെയാണ്. ജസ്റ്റ് കാണാതെ പഠിക്കണം കേട്ടോ, നമ്പേഴ്സ് കാണാതെ പഠിക്കണം. പിന്നെ അങ്ങോട്ടുള്ളതിന് ഒരു പാറ്റേൺ ഉണ്ട്. അതായത് 12 കഴിഞ്ഞതിന് ശേഷം 13 മുതലുള്ളതിനൊരു പാറ്റേൺ ഉണ്ട്. അതായത് 13 എന്ന് പറയുന്നത് ആദ്യം നമ്മൾ 3 പറയാം. അപ്പം നിങ്ങളിവിടെ 3 ഏതാന്ന് നോക്കുക. 3 ഏതാണ്? ഡ്രൈ ആണ്. അത് ഡ്രൈ ആദ്യം എഴുതുക. പിന്നെ 10 എത്രയാണ്? സെയിൻ ആണ്. അത് രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ മതി, ഡ്രൈ സെയിൻ. അപ്പോൾ 13 ഓക്കെ. അപ്പോൾ ഇനി 14 എഴുതുകയാണെങ്കിലോ? അപ്പോൾ 4 ഏതാന്ന് നോക്കുക. 4 എന്നുള്ളത് ഫിയർ ആണ്. 4 ഫിയർ. 4 എന്നുള്ളതിൻ്റെ ഒരു ചെറിയ മാറ്റമാണ് ഫിയർ. അപ്പോൾ 10 എത്രയാണ്? സെയിൻ ആണ്. അത് രണ്ടും കൂടെ കൂട്ടി എഴുതിയാൽ മതി, ഫിയർ സെയിൻ. അപ്പോൾ 15 എങ്ങനെയായിരിക്കും? 5 ഫ്യുൻഫാണ്. ഫ്യുൻഫ് 5 എന്നുള്ളത് ഫ്യുൻഫ്. അത് കൂട്ടുക, 10 സെയിൻ ആണ്. അപ്പോൾ അത് രണ്ടും കൂട്ടി എഴുതിയാൽ ഫ്യുൻഫ് സെയിൻ. അപ്പോൾ 6 സെക്സ് ആണ്. അപ്പോൾ 16 എന്തായിരിക്കും? സെക്സ് സെയിൻ. 7 സീബൻ എന്നാണ് പറയുക. 17 എന്തായിരിക്കും? സീബൻ സെയിൻ അല്ല, സീബ് സെയിൻ. അത് മാത്രം അത് ചെറിയൊരു വ്യത്യാസമുണ്ട്, സീബ് സെയിൻ എന്നാവും. 18 ആദ്യം 8 പറയാം. 8 ആഹ്റ്റ് ആണ്. 10 സെയിൻ. അപ്പോൾ ആഹ്റ്റ് സെയിൻ. 19 9 എന്നുള്ളത് 9 ആണ്. 9 സെയിൻ. 20 സ്വാൻസിഷ്. അങ്ങനെയാണ് പറയുക. ഈ നമ്പേഴ്സ് ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഈ രീതിയിലാണ് നമ്പർ ഇത് പറയാം.
ഇപ്പോൾ നിങ്ങളിവിടെ വി ഇസ് ദൈന് ഹാൻഡി നമ്പർ എന്നൊക്കെ നോക്കുക. അതായത് ഹാൻഡി നമ്പർ, ഫോൺ നമ്പർ എങ്ങനെയാണ് നമുക്ക് ഒരാളോട് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ഫോൺ നമ്പർ എത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നമ്പേഴ്സ് പറയാൻ അറിയുമെങ്കിൽ നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. മൈനെ ഹാൻഡി നമ്പർ ഈസ്റ്റ്, എൻ്റെ ഫോൺ നമ്പർ 0188763 ഇതാണ് എൻ്റെ നമ്പർ. ഇപ്പോൾ അവിടെ തന്നിട്ട്, അപ്പോൾ ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണ്, എനിക്ക് ഈ നമ്പേഴ്സ് പറയാൻ അറിയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതും തൽക്കാലം നിങ്ങൾ 0 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് കാണാതെ പഠിക്കുക. ബാക്കി അങ്ങോട്ടും ഈസിയാണ്, വലിയ പാടൊന്നുമില്ല, നമ്പേഴ്സൊക്കെ ഈസിയാണ്. നിങ്ങൾ ഇപ്പോൾ വായിച്ച് നോക്കിയിട്ട് വലിയ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് ഗസ് പറ്റും അല്ലേ. 0, 0, 1, 1 അങ്ങനെയാണ് വരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എൻ്റെ കൂടെ മനസ്സിൽ വായിച്ചോട്ടോ. 0, 0, 1, 1, 2, 2, 3, drei, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9, 10, 10, 11, 11, 12, 12, 13, dreizehn, 14, vierzehn, 15, 15, 16, 16, 17, 17, 18, 18, 19, 19, 20, 20 കേട്ടോ, 20 അങ്ങനെയാണ് നമ്പർ വരിക. 20 ഓക്കെ അല്ലേ? അപ്പോൾ ആ നമ്പർ ഒന്ന് നല്ലപോലെ പഠിക്കണം കേട്ടോ. 20 വരെ തൽക്കാലം പഠിച്ചാൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ബാക്കി നോക്കാം. അപ്പോൾ ഇനി പ്രായം പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 23 എന്ന് എങ്ങനെയായിരിക്കും പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 23 എന്നുള്ളത് പറയണമെങ്കിൽ ആദ്യം നമ്മൾ 3 എത്രയാണെന്ന് പറയണം. 3 എന്നുള്ളത് ഡ്രൈ എന്നാണ് പഠിച്ചത് അല്ലേ. ഡ്രൈ. 20 എന്നുള്ളത് എത്ര പഠിച്ചത്? 20 എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ മതി. 3 എത്ര? ഡ്രൈ. ഡ്രൈ und 20 അങ്ങനെയാണ് പറയാം. ഇഷ് ബിൻ ഡ്രൈ und 20 Jahre alt. ഇനി 25 ആണെങ്കിലോ? ഇഷ് ബിൻ 5 und 20 Jahre alt. അതേപോലെ നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണ് പ്രായം? എത്രയാണ്? 25. അപ്പോൾ 25 ആണെങ്കിൽ 5 എന്ന് പറയുന്നത് എന്താ? 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ 5 ആണ്. 20 20 ആണ്. അപ്പോൾ ആദ്യം വൺസ് പൊസിഷനിലുള്ള പറയാം. 5 und 5 and 20 അങ്ങനെയാണ് പറയുക. 5 und 20 25. Ich bin 25 Jahre alt. നിങ്ങളുടെ പ്രായം എത്രയാണോ എങ്ങനെയായാലും നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അപ്പോൾ 24 ആണെങ്കിൽ എന്ന് പറയും 24 Jahre alt. 26 ആണെങ്കിൽ എങ്ങനെ പറയും? 26 Jahre alt. മനസ്സിലായോ? ഇതിപ്പോ ഈ 20 വരുമ്പോൾ നമ്മൾ ഉണ്ട് ആഡ് ചെയ്യണം അല്ലേ? ആ, മേലോട്ടേക്ക് പോകുമ്പോൾ ഒക്കെ അങ്ങനെയാണ്. 30 വരുമ്പോൾ 30ക്ക് ഡ്രൈസിഷ് എന്നാണ് പറയാം. 30ൻ്റെ മേലോട്ടേക്ക് ആകുമ്പോൾ ഇപ്പോൾ 33 ആണെന്ന് വെച്ചോ. അപ്പോൾ 33 ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് പറയും? ആദ്യം 3 പറയും. ഡ്രൈ ഉണ്ട് ഡ്രൈസിഷ് എന്ന് പറയും. 3 and 30 എന്നുള്ള അർത്ഥത്തിലാണ് പറയാം. 33. ഓക്കെ. തൽക്കാലം ഞങ്ങളിപ്പോൾ 20 വരെയുള്ളത് നോക്കിയാൽ മതി. പിന്നെ മേലോട്ട് പഠിക്കാം. അത് ഈസിയാണ്. അതിന്റെ മേലോട്ടാണെങ്കിൽ അതെ 40 ആകുമ്പോൾ ഫിയർസിഷ് ആവും. 50 ആകുമ്പോൾ ഫിൻസിഷ് ആവും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്പേഴ്സൊക്കെ എളുപ്പമാണ്. അങ്ങനെയാണ് വരിക. ഇത് നിങ്ങൾ ഇപ്പോൾ ഞാൻ എങ്ങനെ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല. അതായത് ഇതിലൊന്നും അല്ല പാട്. നമ്പേഴ്സ് ഇപ്പം നമ്മൾ ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. എങ്ങനെയാണ് പാട് വരിക? അതായത് ഇപ്പോൾ B2 ലെവൽ എക്സാം എത്തുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യോറനാണെന്ന് വെച്ചാൽ ലിസണിങ് ആണ് എക്സാം. അപ്പോൾ നിങ്ങൾ ഒരു ഓഡിയോ അവർ പ്ലേ ചെയ്ത് കേൾപ്പിക്കും. അപ്പോൾ ഓഡിയോയിൽ 2 പേര് സംസാരിക്കുന്നുണ്ടാവും. അവർ പറയുന്നത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുകയായിരിക്കും. അവർ പറയാണ് ഇന്നലെ ട്രെയിൻ വന്നത് 4:05-നാണ്. ശരിക്കും ട്രെയിൻ വരേണ്ടിയിരുന്നത് 4 മണിക്കാണ്. ശരിക്കുള്ള ട്രെയിൻ 4 മണിയാണ്. ആക്ച്വലി ഇന്ന് ട്രെയിൻ നേരത്തെയാണ് 3:50-നെത്തി. ഇങ്ങനെ ആയിരിക്കും അവർ പറയുക. ഇത് ജർമ്മൻ ലാംഗ്വേജിൽ പറയുമ്പോൾ നമുക്ക് ടൈം കേട്ടാലൊക്കെ നമുക്ക് മനസ്സിലാവും. അവർ 4:05 എന്ന് പറയുന്നുണ്ട്, 4 എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ടൈം പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ പ്രശ്നം എന്താ? ഓപ്ഷനിൽ ശരിയും ചോദ്യം എന്തായിരിക്കും? ശരിയായ ട്രെയിനിൻ്റെ ടൈം ഏതാണെന്നായിരിക്കും ചോദ്യം. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൽ ഇത് മൊത്തം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓപ്ഷൻസ് കേട്ട അത് ആ ഓപ്ഷൻ അതിലുണ്ടെങ്കിൽ കുത്താന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അത് പറ്റില്ല. കാരണം ഓപ്ഷനിൽ 4, 3:55, 3:50, 4:10 ഒക്കെ ഉണ്ടാവും.
ഇവരുടെ കോൺവെർസേഷനിലും ഇതൊക്കെ ഈ ടൈമൊക്കെ പറഞ്ഞിട്ടും ഉണ്ടാവും. ശരിയായ ടൈം, ശരിക്കും വരേണ്ടിയിരുന്ന ടൈം ഏതാണെന്നായിരിക്കും ചോദ്യം ഉണ്ടാകുക. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവണമെങ്കിൽ അവർ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾക്കിത് കിട്ടാൻ തുടങ്ങണം. മനസ്സിലായോ? അവിടെയാണ് പാട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും ഒന്നും വേണ്ട. ആദ്യം നമ്മൾ ലാംഗ്വേജ് ഒന്ന് പഠിക്കട്ടെ. കുറച്ച് ബേസിക്, ഒരു A1 A2 എങ്കിലും ആയാലേ നിങ്ങൾക്ക് കുറച്ചൊരു ബേസ് ആവുള്ളൂ. ഒരു സെൻറ്റൻസ് വായിച്ചാൽ മനസ്സിലാവണമെങ്കിൽ കുറച്ച് പഠിക്കണം. ഒരു A1 കഴിഞ്ഞാലും ബേസിക്കൊക്കെ A2 ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വലിയൊരു സെൻറ്റൻസ് വായിച്ചാൽ മീനിങ് മനസ്സിലാവാൻ തുടങ്ങുക. അപ്പോൾ ഇപ്പോഴേ നമ്മൾ അവർ പറയുന്നത് ഗ്രാസ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. നിങ്ങളൊരു B1 ഒക്കെ ആയിട്ടേ അവരുടെ പ്രൊണൗൺസിയേഷൻ്റെ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങുള്ളൂ. കാരണം വേർഡ്സ് ആദ്യം അറിയണം. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സിമ്പിളായിട്ട് ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു 24 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറയാം, ഞാൻ ജർമ്മൻ ലാംഗ്വേജിൽ സംസാരിക്കുകയാണ്. ഇഷ് ബിൻ 24 Jahre alt, ഇഷ് ബിൻ 1900 geboren എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. സംഭവം നിങ്ങൾ ഇയർ പഠിച്ചു, ഞാനിപ്പോൾ പറഞ്ഞ നമ്പേഴ്സൊക്കെ നിങ്ങൾ പഠിച്ചു, 24 എങ്ങനെയാണ് പറയാമെന്നുള്ളത്. പക്ഷേ അത് നിങ്ങൾ ഞാൻ പറഞ്ഞാൽ പോലെ നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഒറിജിനൽ ജർമ്മൻ പ്രൊണൗൺസിയേഷനിൽ വരുന്ന ഒരു ഇത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് എത്ര അറിയാമെങ്കിലും ബ്രിട്ടീഷുകാർ പറയുന്നത് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവില്ല മനസ്സിലാക്കാൻ. അതേ സംഭവം തന്നെ ഇതിലുള്ളൂ. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക, ഇരിക്കുന്നതിന് മുന്നേ കാല് നീട്ടാൻ നോക്കിയാൽ നടക്കില്ല. ആദ്യം A1 A2 ഒക്കെ നല്ല വ്യക്തമായിട്ട് പഠിച്ചിട്ട് പിന്നെ അതത്രയും അങ്ങനെ വരും. മെല്ലെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇത് ഇന്ന് പഠിക്കുന്നത് ഫോർസ്റ്റലിനാണ്. അതായത് ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫാണ്. ആദ്യം നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പിന്നെ ആദ്യം നിങ്ങൾ കാണാതായിരിക്കും പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ എനിക്ക് എത്ര പ്രായമായി എന്നൊക്കെ നിങ്ങൾ ഈസിയായിട്ട് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. സപ്പോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായം മാറ്റി പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് ഇഷ് ബിൻ എന്താണ് യാരെ ആൾട്ട് എന്ന് പറഞ്ഞാൽ ഇയർ ഓൾഡ് എന്നാണ്. ഇഷ് ബിൻ 23 Jahre alt, എനിക്ക് 23 ഇയേഴ്സ് ഓൾഡ് ആയി. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. യാരെ ആൾട്ട്, യാർ എന്ന് പറഞ്ഞാൽ ഇയർ ആണ്, ആൾട്ട് എന്ന് പറഞ്ഞാൽ ഓൾഡ് ആണ്. ഇഷ് ബിൻ 23 Jahre alt. ഓക്കെ. അപ്പോൾ അത് നിങ്ങളുടെ പ്രായം എത്രയാണോ അത് നിങ്ങളവിടെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇഷ് ബിൻ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ എന്നാണ്. അത് പഠിക്കുന്നവരാണെങ്കിൽ മാത്രം ആ സെൻറ്റൻസ് മതി, അല്ലെങ്കിൽ അടുത്ത സെൻറ്റൻസ് പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഇഷ് ബിൻ സ്റ്റുഡൻറ്റ് ഓർ സ്റ്റുഡൻറ്റിൻ എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. ജർമ്മൻ ലാംഗ്വേജിൽ എല്ലാത്തിനും ഒരു ഫെമിനൈനും മാസ്കുലൈനും ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ സ്റ്റുഡൻ്റ് എന്നും പെൺകുട്ടിയാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ എന്നുമാണ് പറയേണ്ടത്, പഠിക്കുന്ന ആളാണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് നോക്കിയാൽ മതി. വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഇഷ് ബിൻ ലേറർ അല്ലെങ്കിൽ ലേററിൻ എന്ന് പറഞ്ഞാൽ, ലേറർ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്. ലേറർ എന്ന് പറഞ്ഞാൽ മെയിൽ ടീച്ചറും ലേററിൻ എന്ന് പറയുന്നത് ഫീമെയിൽ ടീച്ചറുമായിരിക്കും. അപ്പോൾ ഇത് എല്ലാത്തിനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഇഷ് ബിൻ ഫിസിയോതെറാപ്യൂട്ട് ഫോൺ ബെറൂഫ് ആണാണെങ്കിൽ. പെൺകുട്ടിയാണെങ്കിൽ ഇഷ് ബിൻ ഫിസിയോതെറാപ്യൂട്ടിൻ ഫോൺ ബെറൂഫ് എന്നാണ്. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ. ഇഷ് ബിൻ ഫിസിയോതെറാപ്യൂട്ട് എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇഷ് ബിൻ ഫിസിയോതെറാപ്യൂട്ട് ഫോൺ ബെറൂഫ്. ഫോൺ ബെറൂഫ് എന്ന് പറഞ്ഞാൽ VON ഫോൺ. ഓക്കെ. ഫോൺ ബെറൂഫ് BERUF ബെറൂഫ് അങ്ങനെയാണ് പറയേണ്ടത്. പെൺകുട്ടിയാണെങ്കിൽ ഫോൺ ബെറൂഫ്, ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇഷ് ബിൻ ഫിസിയോതെറാപ്യൂട്ട് എന്ന് മാത്രം പറഞ്ഞാലും മതി. ഇപ്പോൾ ഇവിടെ ഇഷ് ബിൻ ലേറർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളും ഇഷ് ബിൻ ഫിസിയോതെറാപ്യൂട്ട് എന്ന് മാത്രം പറഞ്ഞാലും മതി. പക്ഷേ ഫീമെയിലും മെയിലും തെറ്റിക്കരുത്. ലേഡിയാണ് പറയുന്നതെങ്കിൽ ഫിസിയോതെറാപ്യൂട്ടിൻ എന്ന് തന്നെ പറയണം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ആ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ പൊസിഷൻ, ജോബ് ടൈറ്റിൽ എന്താണെന്നുണ്ടാവും. അപ്പോൾ അവിടെ ഫിസിയോതെറാപ്യൂട്ട് എന്നും ഫിസിയോതെറാപ്യൂട്ടിൻ എന്നും ഉണ്ടാവും, രണ്ടായിട്ടുണ്ടാവും. നമുക്കിവിടെ അങ്ങനെയല്ല. നമുക്കിവിടെ ഒരു പൊസിഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് പൊസിഷൻ അപ്ലൈ ചെയ്യും, നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. അവിടെ അങ്ങനെയല്ല. ഫിസിയോതെറാപ്പിസ്റ്റിന് തന്നെ മെയിലും ഉണ്ടാവും ഫീമെയിലും ഉണ്ടാവും. അത് തെറ്റിക്കരുത്. നിങ്ങൾ ഏതാണ് അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക. ഓക്കെ. എല്ലാ പ്രൊഫഷനും അതുണ്ടാവും. ഇപ്പോൾ ഇവിടെ ലേറർ എന്ന് പറഞ്ഞാൽ മെയിൽ ടീച്ചർ, ലേററിൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ടീച്ചറാണ്. ഓക്കെ. ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോഴേ ബി ആണോ ആദ്യം അതോ PH ആണോ? സെയിം സ്പെല്ലിംഗ് ആണ്. PH ആ സ്പെല്ലിംഗ് തന്നെയാണ്. ഫിസിയോതെറാപ്യൂട്ടിൻ PEUT ആണ് വരിക. PEUT ഫിസിയോതെറാപ്യൂട്ട്. പിന്നെ
ഇനി വരുന്നത് നമ്മൾ കല്യാണം കഴിച്ചതാണോ നമ്മൾ സിംഗിൾ ആണോ എന്ന് പറയുന്ന സെൻറ്റൻസ് ആണ്. ഇഷ് ബിൻ ലേഡിഗ്, അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ലേഡിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളാണ്. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ആ സെൻറ്റൻസ് ഉപയോഗിക്കുക, ഇഷ് ബിൻ ലേഡിഗ്. അതല്ല കല്യാണം കഴിച്ചാണെങ്കിൽ അടുത്ത സെൻറ്റൻസ് ഉപയോഗിക്കുക, ഇഷ് ബിൻ ഫെയർ ഹൈറാറ്റഡ്, അങ്ങനെയാണ് പറയുക. കല്യാണം കഴിച്ചാണെങ്കിൽ ഫെയർ ഹൈറാറ്റഡ്, ഫെയർ ഹൈറാറ്റഡ്. ഓക്കെ, വേർ എന്ന് വായിക്കരുത്, വേർ ഹൈറാറ്റഡ് അല്ല, ഫെയർ ഹൈറാറ്റഡ്, ഫെയർ ഹൈറാറ്റഡ്, ഫെയർ ഹൈറാറ്റഡ്. ഇഷ് ബിൻ ഫെയർ ഹൈറാറ്റഡ്, ഞാൻ കല്യാണം കഴിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം അത് പറഞ്ഞാൽ മതി. സിംഗിൾ ആണെങ്കിൽ ഇഷ് ബിൻ ലേഡിഗ് എന്ന് പറയാം. ഇനി നിങ്ങൾ കല്യാണം കഴിച്ചതാണെങ്കിൽ മാത്രം അടുത്ത സെൻറ്റൻസ് പറയാം, അല്ലെങ്കിൽ പറയണമെന്നില്ല. ഇഷ് ഹാബെ ഐൻ കിൻഡ്, എനിക്ക് ഒരു കുട്ടിയുണ്ട്. ഇഷ് ഹാബെ ഐൻ കിൻഡ്, ഐ ഹാവ് വൺ കിഡ്. ഐൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ചില്ലേ, ഐൻ എന്ന് പറഞ്ഞാൽ 1, 2 എന്ന് പറഞ്ഞാൽ സോയ്. അപ്പോൾ ഐൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുണ്ട്, ഇഷ് ഹാബെ ഐൻ കിൻഡ്. അല്ലെങ്കിൽ 2 or 3 കുട്ടിയുണ്ടെങ്കിലോ ഇഷ് ഹാബെ സോയ് കിൻഡർ എന്ന് പറയാം. അല്ലെങ്കിൽ കുട്ടികളില്ല എങ്കിലോ, കല്യാണം കഴിച്ചതാണ്, കുട്ടികളില്ല എങ്കിൽ ഇഷ് ഹാബെ കൈനെ കിൻഡർ. കൈനെ എന്ന് പറഞ്ഞാൽ നോ കിൻഡർ, കിൻഡർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. എനിക്ക് കുട്ടികളൊന്നും ഇല്ല, ഇഷ് ഹാബെ കൈനെ കിൻഡർ, അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കല്യാണം കഴിച്ചാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇഷ് ബിൻ ലേഡിഗ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ് എൻ്റെ ഹോബീസ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മൈനെ ഹോബീസ് സിൻഡ്, എൻ്റെ മൈ ഹോബീസ് ആർ ഫേൺ സെഹൻ und മുസീഖ് ഹ്യോറൻ, ടി വി കാണുകയും പാട്ട് കേൾക്കുകയുമാണ്. ഫേൺ സെഹൻ, സെഹൻ എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ള, ഫേൺ എന്ന് പറഞ്ഞാൽ ടി വി, ഫേൺ സെഹൻ എന്ന് പറഞ്ഞാൽ ടി വി കാണുക. മുസീഖ് ഹ്യോറൻ എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുക. മ്യൂസിക് എന്ന് വായിക്കരുത്, മുസീഖ്, മുസീഖ് ഹ്യോറൻ. ഓൻ്റെ മേലെ ഉംലോട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു, ഇത് സാധാ ഓ അല്ല, ഓൻ്റെ മേലെ ഉംലോട്ട് 2 ഡോട്ട് ഉണ്ട്. അപ്പോൾ അത് വായിക്കേണ്ടത് ഹ്യോറൻ എന്നാണ്, മുസീഖ് ഹ്യോറൻ. ഓക്കെ, അപ്പോൾ മൈനെ ഹോബീസ് സിൻഡ് ഫേൺ സെഹൻ ഉണ്ട് മുസീഖ് ഹ്യോറൻ. നിങ്ങൾക്ക് അവിടെ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. തൽക്കാലം നിങ്ങളിത് പഠിച്ച് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ ഹോബീസ് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഞാനെല്ലാം മനസ്സിൽ പറയാം, നിങ്ങളൊന്ന് മനസ്സിൽ പറയാം. ഓക്കെ, ഇഷ് ഹൈസെ മോണിക്ക, അല്ലെങ്കിൽ ഇഷ് ബിൻ മോണിക്ക, അല്ലെങ്കിൽ മൈൻ നാമേ ഈസ്റ്റ് മോണിക്ക. ഇതിലേതെങ്കിലും ഒന്ന് പറയാം നമ്മുടെ പേര് പറയാനായിട്ട്. പിന്നെ സെക്കൻഡ് നെയിം ആയിട്ട് നിങ്ങൾ ഫാമിലി നെയിം വേറെ തന്നെ പറയുകയാണെങ്കിൽ മാത്രം ഈ സെൻറ്റൻസ് ഉപയോഗിക്കാം. മൈൻ ഫാമിലിയൻ നാമേ ഈസ്റ്റ് ഷ്മിറ്റ്, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. പിന്നെ പറയുന്നത് നമ്മൾ എവിടെ നിന്ന് വരുന്നു. ഇഷ് കോമെ ഔസ് ഇന്ത്യ, ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നു. ഇഷ് കോമെ ഔസ് ഇന്ത്യ, ഐ ആം കമ്മിങ് ഫ്രം ഇന്ത്യ. ഇനി ഞാൻ എവിടെ താമസിക്കുന്നു. ഇഷ് വോനെ ഇൻ കേരള, ഞാൻ താമസിക്കുന്നത് കേരളത്തിലാണ്. ഇഷ് വോനെ ഇൻ, ഐ ലിവ് ഇൻ കേരള. ഇനി ഞാൻ ഏത് ഭാഷ സംസാരിക്കുന്നു. ഇഷ് സ്പ്രഹെ ഇംഗ്ലീഷ്, മലയാളം und etwas Deutsch, ഇംഗ്ലീഷും മലയാളവും ഒരിത്തിരി ജർമ്മനും ഞാൻ സംസാരിക്കും. ഇഷ് സ്പ്രഹെ. ഓക്കെ, ഇനി എത്ര വയസ്സായി എനിക്ക്. ഇഷ് ബിൻ 23 Jahre alt, എനിക്ക് 23 വയസ്സായി. 23 Jahre alt. ഇനി ഞാൻ കുട്ടിയാണോ പഠിക്കുന്ന ആളാണോ എന്താണ്. ഇഷ് ബിൻ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ, പഠിക്കുന്ന ആളാണെങ്കിൽ. അതല്ല ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഇഷ് ബിൻ ലേറർ അല്ലെങ്കിൽ ലേററിൻ. നിങ്ങൾക്ക് ഫിസിയോതെറാപ്യൂട്ടാണ്, ഇഷ് ബിൻ ഫിസിയോതെറാപ്യൂട്ട് ഓർ ഫിസിയോതെറാപ്യൂട്ടിൻ, അങ്ങനെ പറയാം. ഇനി ഞാൻ സിംഗിളാണോ കല്യാണം കഴിച്ചതാണോ. സിംഗിൾ ആണെങ്കിൽ ഇഷ് ബിൻ ലേഡിഗ് എന്ന് പറയാം, സിംഗിളാണ്. കല്യാണം കഴിച്ചാണെങ്കിൽ ഇഷ് ബിൻ ഫെയർ ഹൈറാറ്റഡ്, ഞാൻ കല്യാണം കഴിച്ചതാണ്. എനിക്ക് കുട്ടിയുണ്ടെങ്കിൽ ഇഷ് ഹാബെ ഐൻ കിൻഡ്, എനിക്ക് ഒരു കുട്ടിയുണ്ട്. അതിൽ 2 കുട്ടിയോ 3 കുട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ് ഹാബെ സോയ് കിൻഡർ അല്ലെങ്കിൽ ഇഷ് ഹാബെ ഡ്രൈ കിൻഡർ എന്നൊക്കെ പറയാം. അതല്ല കുട്ടികളില്ലെങ്കിലോ ഇഷ് ഹാബെ കൈനെ കിൻഡർ, എനിക്ക് കുട്ടികളൊന്നും തന്നെ ഇല്ല, കൈനെ കിൻഡർ. ഇനി എന്താണ് ഹോബി. മൈനെ ഹോബീസ് ഇൻ ഫേൺ സെഹൻ ഉണ്ട് മുസീഖ് ഹ്യോറൻ, എൻ്റെ ഹോബീസ് ടി വി കാണുക, ഫേൺ സെഹൻ ഉണ്ട് മുസീഖ് ഹ്യോറൻ, പാട്ട് കേൾക്കലാണ്. ഇത്രയുമാണ് എന്താ പറയുക സിഷ് ഫോഴ്സിൽ അഥവാ സെൽഫ് ഇൻട്രൊഡക്ഷൻ.